Meet the editors. കൊയിലാണ്ടിയിലെ കോളേജിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും കാര്യവട്ടം ക്യാമ്പസിൽ നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സ് പരിശോധിക്കുന്നത് ക്യാമ്പസിൽ കയ്യൂക്കിന്റെ രാഷ്ട്രീയമോ എന്നാണ്. ഉണ്ണി ബാലകൃഷ്ണൻ, കുറേ നാളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് ഈ കലാലയ രാഷ്ട്രീയ സംഘർഷം. അതിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമായി മാറുന്നു. ഇതിൽ ഹൈക്കോടതി ഇവിടെ ഇടപെട്ടു, ബാൻ ചെയ്തു സ്റ്റുഡൻറ് പോളിറ്റിക്സ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഒരു കോളേജ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, മറ്റൊന്നൊരു സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റാണ്. രണ്ടിടത്തും SFI പ്രവർത്തകർക്കെതിരെയാണ് ആരോപണം. കാര്യവട്ടം ക്യാമ്പസിലേക്ക് വന്നാൽ KSU പ്രവർത്തകർക്കെതിരെ SFIക്കും ആരോപണമുണ്ട്. ക്യാമ്പസിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമാണ്. കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളാണല്ലോ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ സംഭവിച്ച കാര്യമാണെങ്കിലും കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ച കാര്യമാണെങ്കിലും അങ്ങേയറ്റം അപലപനീയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടിയാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ആ പാർട്ടി വളരെ വിശദമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് പാർട്ടി കാണുന്നത്, ഒന്ന് വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണം. അത് വളരെ നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് തന്നെ സംശയമില്ല. രണ്ട്, DYFIയുടെ നേതൃത്വത്തിൽ നടന്ന ജീവൻ രക്ഷാപ്രവർത്തനം, മാതൃകാപരമായ ജീവൻ രക്ഷാപ്രവർത്തനം. അതാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. കേരളം എന്താണ് കണ്ടത് അന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ? ഈ പറയുന്ന പ്രതിഷേധിക്കാൻ അവിടെ വന്നത് വിദ്യാർത്ഥികളാണ് കേട്ടോ. ആ വിദ്യാർത്ഥികളെ പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പിന്നെ അവിടെ മുതൽ, അതായത് കണ്ണൂർ മുതൽ പിന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നവകേരള സദസ്സിൻ്റെ ജാഥ അവസാനിക്കുന്നത് വരെ ഈ ജാഥയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരുന്നത് ആരാണ്? DYFI എന്ന് പറയുന്ന സംഘടനയായിരുന്നു. അവർ ബൈക്കുകളിൽ ഇങ്ങനെ പിന്നാലെ സഞ്ചരിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലായിടത്തും കരിങ്കൊടി കാണിക്കുന്നവരെ അവരാണ് എന്താ പറയുക, ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഗൺമാന്മാരും ഒക്കെ ഇറങ്ങിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. ഈ വയലൻസ് എന്ന് പറയുന്നത് ഒരു സമൂഹവും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇന്നിപ്പോൾ ഒട്ടേറെ ദൃശ്യമാധ്യമങ്ങൾ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരു മനുഷ്യൻ തന്നെ ഒരു ചാനലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രസംഗം എന്താണ്? ആ പ്രസംഗത്തിലുള്ള വെല്ലുവിളി എന്താണ്? ഒരു വിദ്യാർത്ഥി പ്രസംഗിക്കുന്നത് കേട്ടത് SFIക്കാരി 2 അധ്യാപകരെ മർദ്ദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വന്ന പോലീസൊന്നും പോരാ, 2 ആംബുലൻസ് കൂടി കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ് അവരുടെ ജീവൻ നിലനിൽക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി പ്രസംഗിച്ചത്. നമ്മൾ ആ കണ്ട ദൃശ്യങ്ങൾ എന്താണ്? ഒരു അധ്യാപകനെ മർദ്ദിക്കുന്നതാണ്. അതിൻ്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മാണമാണ് ഈ സമൂഹത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഏത് വീട്ടിലാണ് അരുണേ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഇല്ലാത്ത കേരളത്തിലൊരു വീടുണ്ടോ? ആ വീട്ടിൽ നിന്ന് ആ വിദ്യാർത്ഥിയെ കോളേജിലേക്ക് അയക്കുമ്പോൾ എന്ത് മനസമാധാനത്തോടുകൂടിയാണ് അച്ഛനും അമ്മയും ഇന്ന് വീടുകളിലിരിക്കേണ്ടത്? നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? ഇടിമുറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുമൊന്നുമല്ല. ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ കേസിൽ നമ്മൾ ഇടിമുറി എന്ന് കേട്ടിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റ് ഇടിമുറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളിൽ ഇപ്പോൾ SFI കുറച്ച് മോശം, KSU കുറച്ച് നല്ലത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ കലാലയ അന്തരീക്ഷത്തിൽ നല്ല മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളൊരു സമൂഹമാണ് കേരളത്തിൻ്റെത്. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ വിദ്യാർത്ഥി സംഘടനകൾ നൽകിയിട്ടുള്ള സംഭാവനകളെ ഒട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല. ഇന്ന് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾക്കും സൗജന്യങ്ങൾക്കും വേണ്ടി നിരന്തരമായി റോഡിലിറങ്ങി സമരം ചെയ്തിട്ടുള്ള സംഘടനകളാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ. ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള നേതാക്കളാണ് പിന്നീട് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുവഴി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾക്കും പിന്നീട് ഈ പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നേട്ടവും ചെറുതല്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നിപ്പോൾ SFIയുടെ നിയന്ത്രണത്തിലാണോ കേരളത്തിലെ ക്യാമ്പസുകൾ? അതാണ് നമുക്ക് ആദ്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ ഗുരുദേവ കോളേജിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നത് SFI ആണ്. ആരാണ് അവർക്ക് ആ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്? ഇനിയിപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. ആ ഹെൽപ്പ് ഡെസ്കിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വിദ്യാർത്ഥികളെ സഹായിക്കുകയാണ് എന്ന് വരുന്ന പക്ഷം അവിടെ ആരും അതിനെ എതിർക്കാൻ പോകുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ആ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ വീട്ടഡ്രസ്സ് അടക്കം അവരുടെ ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവരെ ഈ SFIയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നൊരു പ്രക്രിയ അവിടെ നടത്താൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു എതിർപ്പുണ്ടായിട്ടുള്ളത്. ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പിന്നീട് സംഘർഷം ഉണ്ടാകുന്നത്. ഇനി ഈ സംഘർഷം ഉണ്ടാകും
കുട്ടികളാകുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, മറുവശത്ത് നിൽക്കുന്ന അധ്യാപകരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന CCTV ദൃശ്യങ്ങൾ എന്താണ്? ചാടിക്കയറി പ്രിൻസിപ്പളിനെ ആക്രമിക്കുന്നതാണ്. നോക്കൂ, ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അധ്യാപകനെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാലും അത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ അച്ഛനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹം ഉൾക്കൊള്ളുവോ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഉൾക്കൊള്ളുവോ? അതേപോലെ തന്നെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ആ അധ്യാപകൻ അവിടെ ഒരു നികൃഷ്ടജീവിയാണ് എന്ന് തന്നെ വിചാരിക്കുക. ആ നികൃഷ്ടജീവിയാണെങ്കിൽ കൂടിയും ഈ പറയുന്ന നമ്മുടെ സമൂഹം, ആ സമൂഹം ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളാത്തൊരു കാര്യമാണ് ഒരു അധ്യാപകനെ മർദ്ദിച്ചു, ആ അധ്യാപകനെ മർദ്ദിച്ച് അവശനാക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആരും ഉൾക്കൊള്ളുന്ന പ്രശ്നമില്ല. എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും SFIയുടെ നേതാക്കൾ വന്നിരുന്നിട്ട് ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങേയറ്റം ധാർഷ്ട്യത്തോടുകൂടിയാണ്. ഞങ്ങൾ ഇനി വേണമെങ്കിൽ ഇനിയും അത് ചെയ്യുമെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വയലൻസിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിൽ പോലും, അങ്ങനെ ചില ഹിംസാത്മകമായൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അക്രമത്തിൽ ഏർപ്പെടുക, എന്നിട്ട് അതിനെ ഇരുന്ന് ന്യായീകരിക്കുക, ഒരു ലജ്ജയുമില്ലാതെ ന്യായീകരിക്കുക. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മാണമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ബോധ്യം ആകാത്ത പക്ഷം നിങ്ങളെ ജനങ്ങൾ പുറത്താക്കുമെന്നുള്ളതാണ്. ആ പുറത്താക്കലിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ധാർഷ്ട്യമൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിരന്തരം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം, അതിങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ധാർഷ്ട്യം, ലോക്കൽ സെക്രട്ടറിയുടെ ധാർഷ്ട്യം, SFIയുടെ ധാർഷ്ട്യം, DYFIയുടെ ധാർഷ്ട്യം, ഇങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി, യുവജന, ബഹുജന സംഘടനകൾക്ക് ഭൂഷണമാണോ? നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോകും വളരെ വേഗത്തിൽ. അതുകൊണ്ട് ഇത് വളരെ പ്രാഥമികമായൊരു നിരീക്ഷണമായിട്ട് തോന്നാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദൃശ്യമാധ്യമങ്ങളടക്കം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു സമൂഹത്തിനകത്ത് ഈ വെല്ലുവിളി പ്രസംഗം, ഈ ആക്രോശങ്ങൾ, ഈ അക്രമങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് അങ്ങേയറ്റം നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നിന്നും ആ ഞെട്ടിക്കുന്ന വാർത്തയിൽ നിന്ന് കേരളം മോചിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സമയത്താണ് SFI വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അത് എന്താ പറയുക, വളരെ ഖേദകരമാണ്. SFI പോലെ ഒരു സംഘടന, DYFI പോലൊരു സംഘടന സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട സുജനമര്യാദകളുണ്ട്, പെരുമാറ്റ മര്യാദകളുണ്ട്. അത് SFIക്കും DYFIക്കും മാത്രം ബാധകമായൊരു കാര്യമല്ല, എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങൾക്കും ബാധകമായൊരു കാര്യമാണ്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഒരു ധാർഷ്ട്യത്തിലേക്ക്, ആ ധാർഷ്ട്യത്തിൻ്റെ പ്രകടനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ നിരന്തരം പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊതുസമൂഹം എന്നുള്ള തിരിച്ചറിവുണ്ടാകാത്ത പക്ഷം നിങ്ങളുടെ എക്സിസ്റ്റൻസ് അങ്ങേയറ്റം അപകടത്തിലാണെന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. സ്മൃതി, ലോകത്തെ ഇപ്പോൾ പ്രധാനപ്പെട്ട വലിയ ക്യാമ്പസുകളിലൊക്കെ വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്ന കാലമാണ്. പലസ്തീൻ വിഷയമൊക്കെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നൊക്കെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ, നമ്മുടെ രാജ്യത്തെ അല്ല മറ്റൊരു രാജ്യത്തെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന വിഷയമടക്കം ഉന്നയിച്ചുകൊണ്ടൊരു പ്രതിഷേധം നടക്കുന്ന ഒരു കാലത്ത് അരാഷ്ട്രീയമായ സമരങ്ങളാണ്, അരാഷ്ട്രീയമായ പ്രതികരണങ്ങളാണ്. ഇതിപ്പോൾ ഒരു പാഠവും പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ഇതിൽ പാർട്ടി CPM സംസ്ഥാന സമിതി തന്നെ SFIയുടെ മോശം പെരുമാറ്റവും ധാർഷ്ട്യവും, ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ വിഷയമടക്കം മറ്റ് നവകേരള യാത്രയിലെ വിഷയമടക്കം ഇതൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തൽ നടത്തി ആ വിവരങ്ങളൊക്കെ പുറത്തു വന്ന് സ്വാഭാവികമായും ഇത് SFI നേതൃത്വവും അറിയുന്നതാണല്ലോ. അപ്പോൾ ഈ പ്രവർത്തകർക്ക് ഈ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ എവിടെ നിന്നാണ് കിട്ടുന്നത്? മുകളിൽ നിന്ന് കിട്ടുന്ന അതേപടി അനുകരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ വിഷയമായാൽ തന്നെയും ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്? കൊയിലാണ്ടിയിൽ നിന്ന് കണ്ടത് അധ്യാപകനെ 2 തവണ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും അവിടുത്തെ വിദ്യാർത്ഥികൾ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതുമാണ്. മറിച്ചുള്ള ദൃശ്യങ്ങളുണ്ടെന്ന് പറയുന്നു. ഒരു വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടി എന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. SFIയെ സംബന്ധിച്ച് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത്തരം ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ആദ്യം പുറത്തുവിടേണ്ടവരാണ്. അപ്പോൾ അതിന്മേൽ ഇനിയിപ്പോൾ ആ പ്രിൻസിപ്പളിനില്ലാത്ത കുഴപ്പങ്ങളില്ല. പ്രിൻസിപ്പളിലെ മറ്റെന്തൊക്കെയോ പരാതികൾ വന്നിരിക്കുന്ന, നേരത്തെ അധ്യാപകരുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ പരാതികൾ ഇവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മർദ്ദിച്ചത് ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. അതേസമയം വെല്ലുവിളി പ്രസംഗം, കൊലവിളി പ്രസംഗം നടത്തി. കൊലവിളി പ്രസംഗം എന്നാൽ എന്താണ് ആ പ്രതികരിക്കുന്നത്? പ്രിൻസിപ്പളിൻ്റെ നെഞ്ചത്ത് തീകൂട്ടി കത്തിക്കാനും മടിക്കില്ല എന്ന് പറയുന്നു. 2 കാലിൽ നടക്കില്ല എന്ന് പറയുന്നു. അത് പോലീസ് സാന്നിധ്യത്തിലാണ്, പ്രതിഷേധ പരിപാടിയിലാണ്, പോലീസ് അനങ്ങിയിട്ടില്ല. പ്രിൻസിപ്പൾ ഇപ്പോൾ പറയുന്നു, ഞാൻ ഇത്ര നേരം ഇത്രയും ഭീഷണി ഉണ്ടായിട്ട് ഇന്നും ഞാൻ ക്യാമ്പസിലേക്ക് പോയി, പക്ഷേ എനിക്കൊരു സുരക്ഷ ഒരുക്കാനോ അല്ലെങ്കിൽ എൻ്റെ മൊഴിയെടുക്കാനോ പോലീസ് സംവിധാനം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ്. അപ്പുറത്ത് നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ കേൾക്കുന്നു, അവിടെ ഒരു ഇടിമുറിയുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്, ഇടിമുറിയുണ്ട് എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ട്. ഈ ഇടിമുറി എന്ന് പറയുന്നത് പുറത്ത് ഇടിമുറി എന്ന് എഴുതി വെച്ചിട്ടല്ല, ഇടിമുറിയില്ല നിങ്ങൾ വെല്ലുവിളിക്കുന്ന SFI പറയുന്നുണ്ട്. പക്ഷേ ഇടിമുറിയുണ്ട്, 121 നമ്പർ മുറി എന്നാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പറയുന്നത്. മർദ്ദനമേറ്റ KSU പ്രവർത്തകരെ നമ്മൾ കാണുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ KSUവും
അവരാണ് എല്ലായിടത്തും വിജയിക്കുന്നതെങ്കിൽ ഈ ധാർഷ്ട്യം ആർക്ക് വരുന്നുണ്ടെങ്കിൽ അതും കുഴപ്പമാണെന്നേ. പക്ഷേ നമുക്കിപ്പോൾ പുറത്തു വരുന്നത് എന്താണ്? SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ KSUവിനെ അനുവദിക്കില്ല, MSFനെ അനുവദിക്കില്ല, എന്തിന് ASFനെ പോലും അനുവദിക്കില്ല. ASF എത്ര തവണ പറഞ്ഞിരിക്കുന്നു, ഇടത് രാഷ്ട്രീയ സംഘടനയാണല്ലോ, വിദ്യാർത്ഥി സംഘടനയാണല്ലോ, അവരെ കൂടി അംഗീകരിക്കാത്ത രീതിയിലാണ് ഇത് കാലങ്ങളായി നടക്കുന്നതാണ്. ഇപ്പോൾ പല ക്യാമ്പസുകളിൽ നിന്നും അവർ പുറത്താക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം പുറന്തള്ളപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുകയാണ്. നമ്മൾ പരിയാരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വായിച്ചു, 25 വർഷത്തിന് ശേഷം അവിടെ SFIക്ക് നഷ്ടപ്പെടുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ SFI എല്ലാവരും ചേർന്ന് ആക്രമിക്കുന്നു. ആ ആക്രമണത്തിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. മാധ്യമങ്ങൾ ഒരൊറ്റ പക്ഷം പിടിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതാണ് പ്രധാനമായിട്ടും SFI പറയുന്നത്. എന്ത് ചെയ്യാം? SFIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ രൂപത്തിൽ വരുന്നത്. നേരത്തെ പാലക്കാട് ഒരു പ്രിൻസിപ്പലിനെ കുഴിമാടം തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം അല്ലേ, നമ്മൾ മഹാരാജാസിൽ കണ്ടത് പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. അതൊക്കെ പല ഘട്ടങ്ങളിലും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതൊരു പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലൊക്കെ അതിനെ അംഗീകരിക്കുന്ന നില കണ്ടു. മഹാരാജാസിലൊക്കെ പിന്നെ ഏതൊക്കെ രൂപത്തിൽ സംഘർഷങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. പല ക്യാമ്പസുകളിലും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് അവിടെ SFI കൃത്യമായി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിന്മേലുള്ള പ്രതികരണം എന്ത്? ഇതൊക്കെ കഴിഞ്ഞു, ഈ കൊലവിളി പ്രസംഗം ഒക്കെ കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? നമ്മുടെ ഭാഗത്തുനിന്നുള്ള പിഴവ് എന്താണ് എന്ന് വിലയിരുത്താനോ അത് സമ്മതിക്കാനോ തയ്യാറാകത്തിടത്തോളം കാലം ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ശരിയാകലിലേക്ക് പാകപ്പെടുന്ന ഒരു മനസ്സ് അവർക്കുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം സിന്ദാബാദ് അല്ലേ? തീർച്ചയായിട്ടും കൊയിലാണ്ടിയിലും കാര്യവട്ടം ക്യാമ്പസിലും കണ്ടത് അരാഷ്ട്രീയമായ ചില സംഘടനാ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമോ എന്ന ചോദ്യത്തിന് ക്യാമ്പസിൽ ഈ രണ്ടിടങ്ങളിലും നമ്മൾ കണ്ടത് കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അങ്ങനെ പറയുമ്പോഴും ചില കാര്യങ്ങൾ കൂടി വസ്തുതാപരമായി നമ്മൾ പറയണം. ഞാൻ ഇതിൻ്റെ വസ്തുതയൊന്ന് പറഞ്ഞു വരാം. നിലവിൽ എന്താണ് കേരളത്തിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ? 2003 ഒരു ഹൈക്കോടതി ഉത്തരവ് വരുന്നത്. കേരളത്തിലെ മാനേജ്മെൻറ്റുകൾക്ക് ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിക്കാനുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതി ഇടുന്നു. അതിനുശേഷം 6ഓളം വിധികൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ 2020 ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും കലാലയ രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിക്കണം എന്ന നിലപാടാണ് കൈക്കൊള്ളുന്നത്. ഇവിടെ കേരള സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ സഹകരണത്തോടുകൂടി കലാലയ രാഷ്ട്രീയം നിരോധിച്ചതിനെതിരെ ഒരു നിയമനിർമ്മാണം നടത്തണം എന്നാവശ്യപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും കേരളത്തിലെ കലാലയങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതിൻ്റെ രൂപവും ഭാവവും എന്തായിരിക്കണം എന്നുള്ളതാണ് സംവാദത്തിൽ നമ്മൾ വെക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. കലാലയങ്ങളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്ലൂറലിസമായ അഥവാ ബഹുമുഖമായിട്ടുള്ള ബഹുസ്വരതയുടെ രാഷ്ട്രീയമായിരിക്കണം ക്യാമ്പസിൽ കൊണ്ടുവരേണ്ടത്. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ക്യാമ്പസിൽ കൊടികൾ ഉയർത്തുന്നതിലൂടെ നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? കൊടികൾ എപ്പോഴും നിൽക്കുന്നത് വിജയഭേരിയുടെ ലക്ഷണമായി, നിങ്ങൾ കീഴടക്കലിൻ്റെ ആധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള ചിഹ്നങ്ങളായിട്ടാണ് പലപ്പോഴും വരുന്നത്. അത് സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് മാത്രമല്ല. കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളും പഠിപ്പ് മുടക്കുകളും നടങ്ങിയിട്ടുള്ളത് എന്തിനാണെന്നറിയാമോ? ഈ കൊടികൾ വയ്ക്കുന്നതും കൊടികൾ മാറ്റുന്നതുമായിട്ടുള്ള തർക്കത്തിലാണ്. 3 ഘട്ടങ്ങളിലാണ് കേരളത്തിലെ കലാലയങ്ങളിൽ സംഘടന ഉണ്ടാവുന്നത്. പ്രധാനമായും അതിലൊന്ന് പുതിയ കുട്ടികൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കലാലയ രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ക്യാമ്പസിൽ നിന്ന് പഴയ കുട്ടികൾ പടിയിറങ്ങിപ്പോകുമ്പോൾ. ഏറ്റവും കൂടുതൽ കോളേജ് ഡേ. നമ്മുടെയൊക്കെ കലാലയ രാഷ്ട്രീയത്തിൽ ഇത്തരം 3 സാഹചര്യങ്ങളുണ്ട്. ഈ 3 സാഹചര്യങ്ങളും ഈ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ കലാലയ രാഷ്ട്രീയം ഇപ്പോൾ പിന്തുടർന്നു വരുന്ന രീതി, SFIക്കാണെങ്കിലും KSUവിനാണെങ്കിലും ABVPക്കാണെങ്കിലും കലാലയ രാഷ്ട്രീയം എന്ന സങ്കല്പം പ്രതിനിധാനം ചെയ്യുന്ന സർഗാത്മകമായ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. ലെനിൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കവിതകളായിത്തീരും എന്നാണ് ലെനിൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പഴയ അതേ മുദ്രാവാക്യങ്ങളുടെ പതിപ്പുകളല്ലേ? തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ രക്തസാക്ഷികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഞാനൊന്ന് എടുത്തു നോക്കി, 1970 ശേഷം കേരളത്തിൽ ഒരു ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഒരു നേതാവിനെയും തൂക്കിലേറ്റിയിട്ടില്ല. 1970 SFI ഉണ്ടാവുന്നത്. 1970 മുമ്പ് തൊട്ട് മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് KSU ഉണ്ടാവുന്നത്, അതിൻ്റെ NSU ഉണ്ടാവുന്നത്. ഒരൊറ്റ വിദ്യാർത്ഥി നേതാവിനെയും കേരളത്തിൽ ഇന്ത്യയിൽ 1970 ശേഷം തൂക്കിലേറ്റിയിട്ടില്ല. പക്ഷേ ക്യാമ്പസിൽ നിന്ന് വിളിക്കുന്ന മുദ്രാവാക്യം എന്താ? തൂക്കിലേറ്റിയ ധീരന്മാരുടെ പ്രസ്ഥാനം എന്നാണ്. ശരി, സ്വാതന്ത്ര്യ സമരകാലത്ത് തൂക്കിലേറ്റിയ ഭഗത് സിംഗിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ഭഗത് സിംഗ് ക്യാമ്പസിൽ പ്രിൻസിപ്പളിനെ നെഞ്ചത്ത് ചവിട്ടി നിങ്ങൾ 2 കാലിൽ നടക്കില്ല എന്ന് പറഞ്ഞതിനല്ല തൂക്കിലേറ്റിയത്.
സുഭാഷ് ചന്ദ്രബോസിൻ്റെ കാര്യമാണോ ഉദ്ധരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ് ഏതെങ്കിലും ഒരു ക്യാമ്പസിലെ ഇടിമുറിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ വിളിച്ചു കയറ്റിയിട്ട് നെഞ്ചത്ത് 2 ഇടി ഇടിച്ചതിനല്ല സുഭാഷ് ചന്ദ്രബോസിനെ ഈ ബ്രിട്ടീഷുകാർ പിന്തുടർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിളിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി തന്നെ അവർക്ക് മനസ്സിലാവാതെ പോകുന്നു. ആ മുദ്രാവാക്യങ്ങൾ അങ്ങനെ വിളിക്കുക, വേണ്ടി വന്ന് കാലും വെട്ടും കയ്യും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നാണ് മുദ്രാവാക്യം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് പൊതുസമൂഹത്തിൽ ഇറങ്ങി വിളിച്ചാൽ കൊലപാതക ആഹ്വാനത്തിന് കേസെടുത്ത് വിടേണ്ട കേസല്ലേ? സർഗാത്മകമായ മുദ്രാവാക്യങ്ങൾ വിടരേണ്ട ക്യാമ്പസുകളിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ ഹിംസാത്മകതയുടേതായി മാറുന്നു. ഇതേതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല കേട്ടോ, KSUവിൻ്റെയും SFIയുടെയും ABVPയുടേതുമാണ്. കണക്കുകൾ നമ്മളോട് പറയുന്നത് ആ സംഘർഷത്തിൽ തുടക്കകാലത്ത് പിന്നീടും SFI പ്രവർത്തകരുടെ രക്തസാക്ഷിത്വത്തിൻ്റെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്, നിഷേധിക്കാനാവാത്തതാണ്. ഇന്ത്യ ഒന്നാകെ വിവിധ പ്രദേശങ്ങളിൽ, കേരളത്തിൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയം പോലല്ല, കേരളത്തിന് പുറത്ത് ക്യാമ്പസിൽ പ്രവർത്തിക്കുമ്പോൾ ജാതി രാഷ്ട്രീയത്തെ നേരിടണം, മാനേജ്മെൻറ്റിനെ നേരിടണം, വർഗരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഫ്യൂഡൽ പ്രഭുക്കന്മാരെ നേരിടണം. അങ്ങനെയൊക്കെയാണ് കേരളത്തിന് പുറത്ത് SFI പ്രസ്ഥാനം 140ഓളം രക്തസാക്ഷികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിനുള്ളിലും രക്തസാക്ഷികളെ SFI സൃഷ്ടിച്ചിട്ടുണ്ട്, അഥവാ SFIക്ക് അവരുടെ നേതാക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അഷറഫിൽ തുടങ്ങുന്ന വലിയൊരു പരമ്പര തന്നെയുണ്ട്. സീതാലി അടക്കം, ഈ ധീരജ് അടക്കം നിൽക്കുന്ന ഒരുപാട് രക്തസാക്ഷികളുണ്ട്. 35ഓളം രക്തസാക്ഷികൾ SFIക്ക് മാത്രമായിട്ടുണ്ട്. ശരിയാണ്, KSUവിൻ്റെയും ABVPയുടെയും ആക്രമണത്തിന് വിധേയരായവരാണ് മറ്റേതെങ്കിലും സംഘടനകളിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് KSUവിൻ്റെ സംഘടനകളിൽപ്പെട്ടവർ SFIയുടെ പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടതിൻ്റെ കണക്ക് തരാൻ വലിയ സംവാദങ്ങൾ നടന്നിരുന്നു, വിളിച്ചിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കണക്ക് നിങ്ങൾക്കുണ്ടോ? ഇന്ന് KSUവിൻ്റെ വെബ്സൈറ്റിൽ പോലും അവരുടെ രക്തസാക്ഷികളുടെ എണ്ണം അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ രക്തസാക്ഷികളുടെ എണ്ണം ആ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനെ സാധൂകരിക്കുന്നതല്ല. അതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ SFIയും KSUയും ABVPയും ഈ ക്യാമ്പസിൽ നിൽക്കണം എന്നതാണ് എൻ്റെ നിലപാടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാരും പ്രതിപക്ഷവും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ക്യാമ്പസിൽ രാഷ്ട്രീയം തിരികെ കൊണ്ടുവരാനുള്ള നിയമനിർമ്മാണത്തിന് അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ക്യാമ്പസിൽ നിന്ന് പൂർണ്ണമായും രാഷ്ട്രീയം ഇല്ലാതെയാകുന്നതോടുകൂടി അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ക്യാമ്പസിൽ അവിടെ സാന്നിധ്യമാകാൻ ശേഷിയുള്ളത് സ്വാഭാവികമായും ജാതി രാഷ്ട്രീയത്തിൻ്റെ, ലഹരി മാഫിയ സംഘങ്ങളുടെ, ഒപ്പം കരിയറിസ്റ്റുകളായ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ മാഫിയ സംഘത്തിൻ്റെ, ഒപ്പം നീറ്റ് പരീക്ഷയിൽ ചോർച്ച പേപ്പർക്ക് വേണ്ടി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ സംഘമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന രാഷ്ട്രീയം സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആവരുത്, അഥവാ ആത്മാഹുതി നടത്തരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഈ സംഭവത്തിലേക്ക് വരൂ. എന്താണ് സംഭവിച്ചത് ഗുരുദേവ് കോളേജിൽ അഡ്മിഷൻ നടക്കുന്നു. അഡ്മിഷനല്ല, 4th ഇയർ കോഴ്സിൻ്റെ 4 വർഷം നീണ്ടു നിൽക്കുന്ന ഡിഗ്രി കോഴ്സ്, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ദിവസം. ആ ഉദ്ഘാടന ദിവസം ആ ക്യാമ്പസിലേക്ക് എത്തുന്ന പുതിയ വിദ്യാർത്ഥികൾക്ക് ഹെൽപ്പ് ഡെസ്ക് കൊടുക്കുകയാണ് SFI. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗുരുദേവ് ക്യാമ്പസിൽ SFI മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറെ കൗതുകകരമായ കാര്യം, അത് പ്രവർത്തിക്കുന്നത് SN ട്രസ്റ്റിൻ്റെ കീഴിലാണ്. SN ട്രസ്റ്റ് 2003 വിധിയെ തുടർന്ന് 2014 SN ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഈ കലാലയ രാഷ്ട്രീയം ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗുരുദേവ് അടക്കമുള്ള കോളേജുകളിൽ SFI പ്രവർത്തിക്കുന്നുണ്ട്, മറ്റു സംഘടനകൾ ശക്തമല്ല. ഗുരുദേവിൻ്റെ കോളേജിൽ സംഭവിക്കുന്നത്. ഇനി അവിടെ സംഭവിച്ചതിനെക്കുറിച്ച് 2 വേർഷനുണ്ട്, അത് നേരത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രസക്തമായ ചോദ്യം, SFIയുടെ ഹെൽപ്പ് ഡെസ്ക് ഈ വളരെ ചെറിയ കോളേജാണ്, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. ഗുരുദേവ് പോലൊരു കോളേജിൽ എന്തിനാണ്? ആകെ ഒരു 100-120 വിദ്യാർത്ഥികളാണ് അവിടേക്ക് വരിക. അവർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെയാണ് എന്ന് അവിടെ കണ്ടെത്തി പോവുക എന്നതിനും അപ്പുറം ക്ലാസ് മുറി എവിടെയാണ് നിങ്ങൾ പോയി ഇരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓഡിറ്റോറിയം ഇവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓഫീസ് ഇവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുക. ഇത് 3 വിദ്യാർത്ഥികളിൽ നിന്ന് ചെയ്താൽ കഴിയുന്ന കാര്യമാണ്. ഇനി അങ്ങനൊരു സേവനം മാനേജ്മെൻറ്റിന് ആവശ്യമില്ല. സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസാണ്. അതുകൊണ്ട് പ്രിൻസിപ്പൽ പറയുന്നു, ഞങ്ങൾ അത് ചെയ്തു കൊള്ളാം, നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ മറ്റ് ടേക്കുകളൊന്നും SFI പ്രസ്ഥാനത്തിനില്ല. അത് മാനേജ്മെൻറ്റ് പറയുന്നത് കേൾക്കുക എന്നല്ലാതെ വേറെ എന്താ അവിടെ ചെയ്യാൻ കഴിയുന്നത്? സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾ തന്നെ വിദ്യാർത്ഥികളെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നതിൻ്റെ അല്ല രാഷ്ട്രീയം. അവിടെ എന്താ അവർ ഉദ്ദേശിച്ചത്? SFI അവിടെ ചെയ്യാൻ ശ്രമിച്ചത് എന്താ? അംഗങ്ങളെ ചേർക്കാൻ വേണ്ടിയുള്ള അംഗത്വ വിതരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. നമുക്കിതറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അംഗത്വ വിതരണത്തിന് വേണ്ടി സെൽഫ് ഡെസ്ക് രൂപീകരിക്കുന്നു. ഇത് മാനേജ്മെൻറ്റിനും കോളേജിനും താല്പര്യമുണ്ടെങ്കിൽ ഇത് ആർക്കും എതിർക്കേണ്ട കാര്യവുമല്ല. കാരണം അത് അങ്ങനെ ഒരു എക്കോസിസ്റ്റം ആവണം ആ ക്യാമ്പസിൽ. പക്ഷേ മാനേജ്മെൻറ്റിനും കോളേജിനും ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾ ഇടേണ്ടതില്ല, ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ പിൻവലിയേണ്ടതിന് പകരം അവിടെ ഹെൽപ്പ് ഡെസ്ക് ഇടുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് ഏതോ വിദ്യാർത്ഥി തെറ്റിദ്ധരിച്ചു. അതൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെന്നുള്ള കാര്യം ഒന്ന് മറന്നു. 2 ക്യാമ്പസിൽ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവുണ്ടെന്നുള്ളത് മറന്നു. 3 SN ട്രസ്റ്റ് തന്നെ ക്യാമ്പസിൽ രാഷ്ട്രീയം ബാൻ ചെയ്തിട്ടുണ്ട് എന്നതും മറന്നു. കൂടാതെ
പുറത്തുനിന്നൊരു വിദ്യാർത്ഥിയെ കൂടി ക്യാമ്പസിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ആ വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന അധ്യാപകൻ്റെ നെഞ്ചിൽ ചവിട്ടിയത്. ഞാൻ അധ്യാപകൻ്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഞാൻ മുതിരുന്നില്ല. അധ്യാപകൻ എന്ത് ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെങ്കിലും ആ അധ്യാപകനെ മർദ്ദിച്ചത് തീരെ ശരിയായില്ല. അപ്പോൾ തിരിച്ചു ചോദ്യം വരും, അധ്യാപകൻ മർദ്ദിച്ചത് ശരിയാണോ? അതിൻ്റെ ദൃശ്യം ഇതുവരെയും വന്നിട്ടില്ല. പക്ഷേ എനിക്ക് ചില ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇടത്തെ ചെവിക്ക് പരിക്കുണ്ട് എന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് ക്യാമ്പസിലേക്ക് എത്തിയ വിദ്യാർത്ഥി. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ സാന്നിധ്യം തന്നെ അവിടെ വലിയ ചോദ്യമാണ്. ആ വിദ്യാർത്ഥി എന്തിനാണ് ക്യാമ്പസിൽ വരണം? പുറത്തുനിന്നൊരു വിദ്യാർത്ഥി ക്യാമ്പസിലേക്ക് അനുവാദമില്ലാതെ വന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെ മുന്നിൽ പ്രതിരോധത്തിലാവുന്നുണ്ട് ഈ ഗുരുദേവ കോളേജിൽ SFI എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് SFI പ്രസ്ഥാനത്തിന് ആ പേര് പറഞ്ഞ് നിലനിൽക്കാൻ കഴിയില്ല. കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചത് എന്താ? കാര്യവട്ടം ക്യാമ്പസിലും സ്ഥിതി അന്വേഷിച്ചു. കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയുണ്ട് എന്നതാണ് KSU പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറി ഇല്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ ഒരു യൂണിയൻ ഓഫീസാണുള്ളത്. ക്യാൻറ്റീനോട് തൊട്ടു ചേർന്നുള്ള യൂണിയൻ ഓഫീസാണ്. അത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ KSU SFI അടക്കം ഒരുപാട് വിദ്യാർത്ഥികൾ താമസിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക മുറി ഇടിമുറിയായിട്ട് ആ ക്യാമ്പസിൽ ഇല്ല. ഞാൻ അവിടെ തന്നെ താമസിച്ച ആളാണ്. അന്ന് ഞാൻ SFIക്ക് വിരുദ്ധമായ രാഷ്ട്രീയ ചേരിയിലായിരുന്നു താനും. ഞാൻ ഇവിടുത്തെ വലിയ വിമത വിഭാഗമായിരുന്നു. എൻ്റെ ഒരാളും എൻ്റെ ക്ലാസ് മുറിയിൽ, എൻ്റെ ഇടിമുറിയിൽ, ആ ഹോസ്റ്റൽ ഇടിമുറിയിൽ വെച്ച് ആരും ഉപദ്രവിച്ചിട്ടുമില്ല. ഇപ്പോഴും കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയില്ല എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷേ മർദ്ദനം ഉണ്ടാവാറുണ്ട്. ആ ക്യാമ്പസിൽ പലയിടങ്ങളിലും സംഘടന ഉണ്ടാവാറുണ്ട്. അതാണ് എന്നെ വേദനിപ്പിക്കുന്നൊരു ഘടകം. കാര്യം കാര്യവട്ടം ക്യാമ്പസിൻ്റെയൊക്കെ ഒരു ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിലെ JNU എന്നാണ് അറിയപ്പെടുന്നത്. അത്രയും ധൈഷണികമായ വിദ്യാർത്ഥികളുടെ ആശയ സംവാദം നടത്തേണ്ട ഒരു ക്യാമ്പസിൽ സാൻ ജോസിനെ പോലെ വളരെ കൊലുന്നിനെ മെലിഞ്ഞിരിക്കുന്ന ഒരു പയ്യനെ ഈ മൈതാനത്തിന് തൊട്ടടുത്ത് ആ ഹോസ്റ്റൽ മുറിയുടെ തൊട്ടപ്പുറത്ത് നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് KSUവിൻ്റെ ആരോപണം. ആരോപണത്തിനൊരു കാരണമുണ്ട്. കാരണം KSU വളരെ ദുർബലമാണ് കാര്യവട്ടം ക്യാമ്പസിൽ. പക്ഷേ അടുത്തിടെ യൂണിറ്റൊക്കെ ഇട്ട് കുറച്ച് പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ കാര്യവട്ടം ക്യാമ്പസ് വളരെ ശക്തമായി വരുന്നുണ്ട് KSUവിൻ്റെ യൂണിറ്റ്. പക്ഷേ അവിടെ പുതിയ വിദ്യാർത്ഥികൾ വരുന്നതിൻ്റെ ഭാഗമായി അവിടെയും ഈ 4 ഇയർ കോഴ്സ് വന്നു കാര്യവട്ടം ക്യാമ്പസിൽ. അപ്പോൾ അതൊരു ഡിപ്പാർട്ട്മെൻറ്റിന് പകരം അതൊരു കോളേജായി മാറി കാര്യവട്ടം ക്യാമ്പസ്. അവിടേക്ക് പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി KSU എൻട്രി മുതൽ ധാരാളം, അതായത് പ്രവേശന കവാടം മുതൽ KSUവിൻ്റെ ബാനറുകളും ഹോർഡിങ്ങുകളും ഒക്കെ നിലത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും പരിയാരം മെഡിക്കൽ കോളേജിലും ഒക്കെ നേടിയ വിജയത്തിൻ്റെ പ്രതിഫലനം കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടാകുമോ എന്ന് സ്വാഭാവികമായും SFIക്ക് ആശങ്കയുണ്ടാവാം. വലിയ ബോർഡുകൾ കാണുന്നു, ഹോർഡിങ്ങുകൾ കാണുന്നു. അതിൻ്റെ അസ്വസ്ഥതയിലാണ് സാൻ ജോസിനെ ഈ റൂമിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ വെച്ച് മർദ്ദിച്ചതെന്നുമാണ് KSUവിൻ്റെ ആരോപണം. എന്നാൽ SFI പറയുന്ന മറുപടിയും ഈ സാൻ ജോസ് എന്തിനാണ് ഈ ഹോസ്റ്റലിലേക്ക് വന്നത് എന്നുള്ളതാണ്. അതിനെ തെളിയിക്കപ്പെടണം. പിടിച്ചു വലിച്ചു കൊണ്ടുപോയോ അതല്ല സാൻ ജോസ് അവിടെ ഒറ്റയ്ക്ക് കയറി ചെന്നോ എന്നുള്ളത്. മർദ്ദിച്ചില്ല എന്ന് എഴുതി വാങ്ങുന്നു. അതൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ആ ഹോസ്റ്റലിനെ ആക്രമിച്ചു എന്ന് SFI മറുവിഭാഗം പറയുന്നു. പക്ഷേ ഇതെല്ലാം എന്തിൻ്റെ പേരിലാണ് സാർ? നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒന്ന്, അടിസ്ഥാനമായി CPM തന്നെ ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ പാതയിൽ നിന്നൊക്കെ എന്നെ പിന്മാറി കൽക്കട്ട തീസിസൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായും ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് പാർട്ടി മാറിക്കഴിഞ്ഞിട്ടും ആ പാർട്ടിയുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന SFI സ്വാഭാവികമായും സർഗാത്മകമായ ഒരുപാട് പരിപാടികൾക്ക് നേതൃത്വം നൽകിയ SFI ക്യാമ്പസുകളിൽ പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ് ഏറെ ഖേദകരമായ കാര്യം. അതുകൊണ്ട് തീർച്ചയായും ഈ രണ്ട് വിഷയങ്ങളിലും SFI പ്രതിരോധത്തിലാണ്. പക്ഷേ KSUവും കാര്യവട്ടം ക്യാമ്പസിൽ പിന്നീട് മറ്റ് നേതാക്കളെ വിളിച്ചുകൊണ്ട് വരുന്നു, പുറത്തുനിന്നുള്ള നേതാക്കൾ വരുന്നു, സംഘർഷമാവുന്നു, 2:30 വരെ പുലർച്ചെ സംഘർഷമാവുന്നു, ഉപരോധിക്കുന്നു, ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ഒറ്റ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇങ്ങനെ ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ആർക്കാണ് ഗുണം എന്നൊരു ചോദ്യമുണ്ട്. ആ ഗുണം സ്വാഭാവികമായും പ്രത്യേകിച്ചൊരു പൊതുമേഖലാ കോളേജിൻ്റെ അല്ലെങ്കിൽ സർവകലാശാലയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ സ്വകാര്യ കോളേജുകൾക്കായിരിക്കും അത് ഗുണകരമായി തീരുക. അവിടെ വിദ്യാർത്ഥികൾ വരുന്നു, അവർ പഠിക്കുന്നു, കരിയറിസ്റ്റുകളായിട്ട് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നു. അത് അപകടകരമാണ്. അതിനെ കൂടുതൽ സർഗാത്മകമാക്കി മാറ്റാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം എന്നത് തന്നെയാണ് എൻ്റെ ടേക്ക്. വിക്ടോറിയ കോളേജിലടക്കം അധ്യാപികയ്ക്ക് കുഴിമാടമൊരുക്കി ഇതിൻ്റെ പേരിൽ പ്രതിസ്ഥാനത്ത് നിന്നു. അന്നതിനെ ഇൻസ്റ്റലേഷൻ എന്ന പേരിലാണ് വിശേഷിപ്പിച്ചത് അന്ന് MA ബേബി. ഞാൻ ആ സമയത്ത് ആ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ കോളേജിൽ എനിക്കറിയാം അന്ന് എന്താണ് നടന്നത്. അൺവാണ്ടഡ് ആയ ഒരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് ഇന്ന് വരെയും അതിൻ്റെ ഇരവാദം യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട മറ്റു ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഇൻസ്റ്റലേഷൻ വന്നതോടുകൂടി ന്യായീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത്തരം സ്വയം പ്രതിരോധത്തിലാവുന്ന സെൽഫ് ഗോൾ അടിക്കുന്ന ഒരു രീതി SFI പല ക്യാമ്പസിലും തുടരുന്നുണ്ട്. ഈ 2 ക്യാമ്പസുകളിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ക്യാമ്പസിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് എൻ്റെ മറുപടി. സുജിയ, ഞാൻ ഇപ്പോൾ സമയം 33 സമയമുണ്ട്. നമുക്ക് 40 ബ്രേക്ക് തുടരാം. എൻ്റെ ഇടയ്ക്ക് വെച്ച് ഇടപെടേണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ.
ഇവിടെ ഇപ്പോൾ SFI ചെയ്ത കാര്യങ്ങളെ, അതായത് ഈ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം എടുത്തതിനെ ആരും അനുകൂലിക്കുന്നില്ല. ആർക്കാണ് അനുകൂലിക്കാൻ കഴിയുക? കാരണം നമ്മളെല്ലാവരും ബിരുദത്തിനോ ബിരുദാനന്ത ബിരുദത്തിനോ ഒക്കെ കോളേജിൽ പോയിട്ടുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങാണെങ്കിൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, വിദ്യാർത്ഥികളെയൊക്കെ ഒരുപാട് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം എന്താണെന്ന് നേരിട്ട് അറിഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു വിദ്യാർത്ഥി സംഘടനയിലും പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം നേരിട്ട് ഞാൻ പഠിച്ച 2 ക്യാമ്പസിലും, ചങ്ങനാശ്ശേരി SB കോളേജിലും അതുപോലെ തന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും എങ്ങനെയാണ് ഈ സംഘടനാ പ്രവർത്തനം എന്നുള്ളത്, SFIയുടെ പ്രവർത്തനം എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിൽ ഒറ്റ കാര്യമുള്ള, ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന കാര്യം, ഒരു അധ്യാപകനെ അവിടെ നിന്ദിച്ചിട്ടുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്ന് പഠിച്ചിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് കാണേണ്ടതാണ് ഗുരുവിനെ. അങ്ങ് ഒരു ഗുരുവായിരുന്നു, അതുകൊണ്ട് തന്നെ അങ്ങയുടെ വിദ്യാർത്ഥികൾ എത്രത്തോളം അങ്ങയെ ബഹുമാനിക്കുന്നുണ്ട് എന്നത് അങ്ങേക്ക് ഇപ്പോഴും അത് അനുഭവത്തിലുള്ള കാര്യമാണ്. ദൈവമല്ല, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇടപെടുന്നില്ല, ജസ്റ്റ് ഫോർ കാഷ്വൽ ടൈം വിത്ത് പെർമിഷൻ. ഒറ്റ കാര്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ ദൈവമാണ് ക്ലാസ്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സംവാദിക്കാനുള്ള അവസരം നഷ്ടപ്പെടും. ദൈവമായിട്ട് സംവാദം സാധ്യമല്ലല്ലോ. അതാണ് എൻ്റെ ടേക്ക് കേട്ടോ. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ, അത് എൻ്റെ പേഴ്സണൽ ടേക്കാണ്. അതെ അതെ, അത് എനിക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്. ഗുരു എന്ന് പറയുന്നത് ദൈവതുല്യനായിട്ടാണ്. ഇതുവരെ പഠിപ്പിച്ച ഗുരുക്കന്മാർ തന്നിട്ടുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള മൂല്യങ്ങളായാലും നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അറിവായാലും അതൊക്കെ തന്നിട്ടുള്ളത് ദൈവം പോലെ തന്നെയാണ് ഗുരു. അതുപോലെ തന്നെ അച്ഛനും അമ്മയും അങ്ങനെയാണ് എന്ന് കരുതുന്നതാണ് എൻ്റെ സംസ്കാരം. അപ്പോൾ ക്യാമ്പസിൽ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കയ്യൂക്ക് എടുത്തത് ആരോടാണ്? അത് പറയാനാണ് ഞാൻ ഈ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള കോട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണുന്ന, അതായത് നമ്മൾ അത്രയും ബഹുമാനത്തോടെ അത്രയും ആദരവോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് നേരെ കൈ പൊക്കണമെങ്കിൽ, ആ കൈ പൊക്കണമെന്നുണ്ടെങ്കിൽ ആ കൈ പൊക്കിയതിൻ്റെ പേര് ധാർഷ്ട്യമെന്നാണ്, അഹങ്കാരമെന്നാണ്. അതിനാണ് അറുതി വരേണ്ടത്. കയ്യൂക്ക് എന്നുള്ളതിനപ്പുറം ആ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ അറുതി വരേണ്ടത്. അത് വെറുതെ വരുന്ന അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമല്ല. വിദ്യാർത്ഥി സംഘടന രൂപീകരണം മുതൽ ഓരോ സംഘടനയുടെയും പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ ഒന്ന് നിരീക്ഷിച്ച് നോക്കണം. ഓരോ സംഘടനയ്ക്കും കൃത്യമായി ചില മെൻറ്റേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ ചില ഗോഡ് ഫാദേഴ്സ് ഉണ്ടാകും. ഓരോ ക്യാമ്പസിലും ആ ഗോഡ് ഫാദേഴ്സ് ഈ വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഓടിയെത്താനായി അതാത് ജില്ലകളിൽ നിന്നുള്ള ഗോഡ് ഫാദേഴ്സ് ഉണ്ടാകും. അവരായിരിക്കും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനമാണെങ്കിൽ പോലും പുറത്തു നിന്നുള്ളവർ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല ക്യാമ്പസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ വളരെ പാവങ്ങളാണ്. അവർക്കാരെയും തല്ലണമെന്നോ കൊല്ലണമെന്നോ ഒന്നുമുള്ള ഒരു പ്രായവുമല്ല അവരുടേത്. പക്ഷേ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് ഈ വയലൻസിലേക്ക്, അതായത് വയലൻസ് കാണിച്ചാലേ നിങ്ങൾ ഹീറോ ആകുള്ളൂ, മാസ് കാണിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കാണ് ആദ്യം അടി കൊടുക്കേണ്ടത്. അവരെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത്. അവരെ നിലയ്ക്ക് നിർത്തുന്നതിനാണ് ആദ്യം തയ്യാറാകേണ്ടത്. അത് ഞാൻ എല്ലാ പാർട്ടിയും ചേർത്താണ് പറയുന്നത്. അല്ലാതെ CPIM-നെ മാത്രം വിമർശിച്ചിരുന്ന കാര്യം. KSU അക്രമം കാണിക്കാറില്ല, ABVP അക്രമം കാണിക്കാറില്ല, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് SFIയുടേതായതുകൊണ്ട് തന്നെ പൊതുവൽക്കരിക്കുകയല്ല, SFI എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അധ്യാപകന് നേരെ കൈപൊക്കിയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയും ആ വിദ്യാർത്ഥി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയും ആ അധ്യാപകനോട് മാപ്പ് പറയാതെ ആ അധ്യാപകനെക്കുറിച്ച് മറ്റ് ആരോപണങ്ങൾ, നേരത്തെ സ്മൃതി മാഡത്തിൻ്റെ ഡിബേറ്റിലടക്കം വന്ന പ്രതിനിധി ആ അധ്യാപകനെ മറ്റ് ആരോപണങ്ങളിലൂടെ നിന്ദിക്കാനാണ്, ആവർത്തിച്ച് നിന്ദിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് ഈ ഗുരുനിന്ദ എന്നുള്ള ഒരു ഗണത്തിൽ നമ്മൾ പെടുത്തേണ്ടത്. പ്രിൻസിപ്പലിന് കുഴിമാടമുണ്ടാക്കി റീത്ത് വെച്ച് യാത്രയാക്കുന്നത്, അതുപോലെ തന്നെ 2016 ആ സംഭവം നടക്കുന്നത്. 2018 കാസർഗോട്ടും ഉണ്ടായിട്ടുണ്ട്. കാസർഗോട്ട് ഒരു അധ്യാപിക പ്രിൻസിപ്പൽ വിരമിക്കുമ്പോഴേക്കും ഇവർ പോയത് അത്രയും നന്നായി എന്ന മട്ടിലാണ് അവർക്ക് വേണ്ടി ഒരു നോട്ടീസ് ബോർഡിൽ എഴുതി അങ്ങ് ഇടുകയാണ്. അപ്പോൾ പലയിടങ്ങളിലും SFI ചെയ്തു വന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കണ്ടതുകൊണ്ട് അത്രയ്ക്ക് അതിശയമോ അത്ഭുതമോ ഒന്നും തോന്നുന്നില്ല. വിദ്യാർത്ഥി സമൂഹത്തിന് മൊത്തം അപമാനമായി പോയി എന്നേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലിൻ്റെ സമയത്ത് SFIയെക്കുറിച്ചും വിലയിരുത്തൽ ഉണ്ടായിരുന്നല്ലോ, SFIയുടെ പ്രവർത്തനത്തെക്കുറിച്ചും വിലയിരുത്തൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ CPIM എന്ന പാർട്ടി തകർച്ചയിൽ നിന്ന് തിരിച്ചു വരുന്നതിനായി തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരുത്തലിനെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ തിരുത്തുമ്പോൾ അതിൽ തിരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ ക്യാമ്പസുകളിൽ കിടക്കുന്നുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് കലാലയമാണ്. ആ കലാലയത്തിൽ എത്രത്തോളം സർഗശേഷി ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട്, എത്രത്തോളം അവിടെ ഗുണ്ടായിസം ഉണർത്തുന്ന കാര്യങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ഈ രാഷ്ട്രീയ കക്ഷി ഒന്ന് പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഗുണ്ടായിസവും അക്രമവും ഒക്കെ നടത്തി പയറ്റി തെളിയാനായിട്ടുള്ള ഇടമാണ് ഓരോ ക്യാമ്പസും എന്നങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് വീണ്ടും വീണ്ടും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളൊക്കെ സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞാൽ PG എടുക്കുന്നു, ചിലർ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ മറ്റ് ഡിപ്ലോമയോ മറ്റു കോഴ്സുകളിലേക്ക് പോകുന്നു, ഒരു ജോലി കിട്ടുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, സ്വന്തം കാര്യം നോക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നു. ഇത് പക്ഷേ ഗുണ്ടായിസം കാണിക്കാൻ, ഗുണ്ടാ രാഷ്ട്രീയം കാണിക്കുന്നതിനായി ക്യാമ്പസിൽ തന്നെ തുടരാൻ അടുത്ത കോഴ്സ് എടുക്കുകയാണ്. അതല്ലാതെ കരിയർ ചേഞ്ചിന് വേണ്ടിയൊന്നുമല്ല. കരിയർ ചേഞ്ചിനാണെന്നുണ്ടെങ്കിൽ ആദ്യം പഠിച്ച വിഷയത്തിൽ ജോലിക്ക് അപ്ലൈ ചെയ്യണ്ടേ, ജോലിക്ക് ശ്രമിക്കണ്ടേ? ഇതല്ല. ഒരു ഡിഗ്രി എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രണ്ടാമത്തെ ഡിഗ്രി എവിടെ എടുക്കും, അല്ലെങ്കിൽ ഒരു PG എടുക്കും,
എടുക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ PG എവിടെ എടുക്കും? അങ്ങ് പഠിപ്പിച്ച കാര്യവട്ടം ക്യാമ്പസിൽ തന്നെ പല PGകൾ എടുക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട്. ആരും പഠിക്കുന്നതിനെ ഞാൻ കുറ്റം പറയുകയില്ല. പക്ഷേ കലാലയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി മാത്രം, ആ കലാലയത്തിൽ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടരുന്നതിന് വേണ്ടി മാത്രം വീണ്ടും വീണ്ടും ബിരുദാനന്തര ബിരുദങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലാണ് എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ കഴിയും എങ്ങനെയാണ് ഒരു ക്യാമ്പസിനുള്ളിൽ ആ ക്യാമ്പസിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ, അതുവഴി ആ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് മാതൃസംഘടനയിലേക്ക് ഏറ്റവും കരുത്തനായി, ഏറ്റവും വലിയ ഗുണ്ടയായി ചെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം പയറ്റി തെളിയുകയാണ്. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന സംവിധാനമാണ് കേരളത്തിൽ ഇല്ലാതാകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. അതായത് പോലീസ് കാഴ്ചക്കാരാകരുത്. ഭരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് നോക്കിക്കൊണ്ട് ആ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയെ അങ്ങ് കയറൂരി വിടുക. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവർക്ക് നേരെ വരുന്ന പരാതിയിൽ ആദ്യം കേസെടുക്കില്ല. ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കിക്കോളൂ. ഈ ഗുരുദേവ കോളേജിൽ ആദ്യം കേസെടുത്തത് എവിടെയാണ്? പ്രിൻസിപ്പലിനെ തല്ലുന്ന ദൃശ്യമടക്കം തെളിവടക്കം മുന്നിലുണ്ട്. എന്നിട്ട് ആദ്യം കേസെടുത്തത് SFIയുടെ പരാതിയിലാണ്. SFIയുടെ പരാതിയിൽ. SFIയുടെ പരാതി എന്താ? അടിച്ച് ചെവിക്കല്ല് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുകയാണ്. 3 പേരും ഒരേ ആശുപത്രിയിലാണ് പോയി കിടന്നത്. അപ്പോൾ ആശുപത്രിയിലെത്തി തെളിവ് ശേഖരിക്കാനായിട്ടും പല ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല പോലീസിന്. ആദ്യം കേസെടുത്തത് SFIയുടെ പരാതിയിലാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഈ ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ തല്ലിയിട്ടില്ല, പിടിച്ച് തള്ളുകയാണ്. ആദ്യത്തെ ആഖ്യാനം അതായിരുന്നു. പക്ഷേ ആദ്യത്തെ കൈ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴുന്നത് ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ആ ദൃശ്യങ്ങൾ മാഡത്തിൻ്റെ ചർച്ചയിലടക്കം ആദ്യ ഭാഗത്ത് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും വീണ്ടും അങ്ങ് ന്യായീകരിക്കുകയാണ്. ആളുകൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഒളിച്ചു വെച്ചാലും അതൊക്കെ വെളിച്ചത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ തെളിവുകളായി മുന്നിലുള്ളപ്പോൾ ആ പഴയ കാലം കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന തെറ്റിനെ ചൂണ്ടിക്കാട്ടാൻ, നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ മറ്റാളുകൾ നോക്കി നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റാളുകൾക്ക് അതിന് പേടിയില്ലാതായിരിക്കുന്നു. അതായത് പിണറായി വിജയനെ വരെ വിമർശിക്കാൻ ഇന്ന് പേടിയില്ല, പിന്നെയാണോ SFI? ആ രീതിയിൽ ആളുകൾ തിരിച്ചു ചോദിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയമൊന്നും ഇനി വിലപ്പോകില്ല. കയ്യൂക്ക് കാണിക്കുക, അതിനുശേഷം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറുഭാഗത്ത് നിൽക്കുന്നയാളെ തേജോവധം ചെയ്യുക, അങ്ങനെ ചിത്രവധം നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്നുള്ള പേടിയൊന്നും ഇന്ന് കേരളത്തിൽ ഒരാൾക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ പ്രിൻസിപ്പൽ ധൈര്യത്തോടെ വന്നിരുന്നു കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നതിനൊപ്പം തന്നെ SFIയുടെ ആ പഴയ ഗുണ്ടായിസമൊക്കെ ഇനി എടുത്തുകൊണ്ട് വന്നാൽ CPIM-ന് സംഭവിച്ചത് തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFIക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ 4 SFI പ്രവർത്തകരെ പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2ാം വർഷ BBA വിദ്യാർത്ഥി തേജു സുനിൽ, 3ാം വർഷ BBA വിദ്യാർത്ഥി തേജു ലക്ഷ്മി, 2ാം വർഷ BCom-ലെ അമൽ രാജ, 3ാം വർഷ സൈക്കോളജിയിലെ അഭിഷേക് സന്തോഷ്. ഈ 4 പേരെ സസ്പെൻഡ് ചെയ്തത് എന്തിനാണ്? നേരത്തെ ഡോക്ടർ അരുൺ അടക്കം വിശദീകരിച്ചതുപോലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ കാര്യം. അപ്പോൾ SFIയുടെ ഹെൽപ്പ് ഡെസ്ക്, കോളേജിനെതിരാണ് SFIയുടെ ഹെൽപ്പ് ഡെസ്ക്. ആ ക്യാമ്പസിന് അതിൻ്റേതായ സംവിധാനത്തിന്, അതായത് ഒരു കോളേജിന് ഒരു സംവിധാനമുണ്ടെങ്കിൽ ആ കോളേജിൽ അതിൻ്റെ ഭാഗമായി അതിൻ്റെ സ്റ്റാഫിനെയോ അധ്യാപകരെയോ അല്ലെങ്കിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയോ ചേർത്തിണക്കിയോ ഒക്കെ അത് ചെയ്യാനായി അവിടെ ഒരു സംവിധാനം ഉണ്ടാകുമല്ലോ. അതല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കും, ഞങ്ങൾ നിയന്ത്രിക്കും, ഇതാണ് കയ്യൂക്ക്. അതായത് ക്യാമ്പസിലെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. പ്രിൻസിപ്പലാ വേണമെങ്കിൽ അവിടെ എങ്ങാനും ഒരു കസേരയിൽ ഇരുന്നോളൂ, കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കോളാം. ആ ലൈൻ നടക്കില്ല എന്നാണ് ആ പ്രിൻസിപ്പൽ പറഞ്ഞത്. അപ്പോൾ ഇതിനു മുൻപും അങ്ങനെയുള്ള സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ. ഇപ്പോൾ സർക്കാർ എനിക്ക് സംരക്ഷണം തരണം, എനിക്ക് ഫംഗ്ഷൻ ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ആവശ്യപ്പെടുന്നത്. നോക്കൂ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ കോളേജിലും ഓരോ കോഴ്സിൻ്റെയും എണ്ണപ്പെട്ട ദിനങ്ങളാണ് പ്രവൃത്തി ദിനങ്ങളായി കിട്ടുക. അതിനുള്ളിൽ വേണം ആ സിലബസ് മുഴുവൻ ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് പഠിക്കാൻ. കോളേജിൽ പോകുന്നത് എന്തിനാ? ഞാനൊക്കെ പോയത് പഠിക്കാനാണ്, അല്ലാതെ കലാലയ രാഷ്ട്രീയത്തിനല്ല. അപ്പോൾ കലാലയ രാഷ്ട്രീയം മാത്രം ലക്ഷ്യമാക്കി ക്യാമ്പസിൽ പോകുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഈ പഠിക്കുന്നതിൻ്റെയോ നഷ്ടമാകുന്ന പഠന ദിനങ്ങളുടെയോ ഒന്നും അതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. അങ്ങനെയല്ല, അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. അവർക്കാണിപ്പോൾ അവധിയുമായി വീട്ടിലിരിക്കേണ്ടി വന്നിരിക്കുന്നത്. ക്യാമ്പസിലിരുന്ന് പഠിക്കേണ്ട ദിവസം ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്ന് കോളേജിൽ പോയി ഇത്ര അവർ ക്ലാസ്സിൽ ഇത്ര വിഷയങ്ങൾ അവിടെ പഠിക്കേണ്ട കുട്ടികളാണ് ഇപ്പോൾ വീട്ടിലിരിക്കുന്നത്. ആര് കാരണം? ഈ ഹെൽപ്പ് ഡെസ്കുകാർ പ്രശ്നം ഉണ്ടാക്കിയത് കാരണം, പ്രിൻസിപ്പലിനെ കയറി തല്ലിയത് കാരണം, ആ ക്യാമ്പസിലെ സാധാരണ അവസ്ഥ തന്നെ നഷ്ടമാക്കിയത് ആരാണ്? SFI. ആ വിദ്യാർത്ഥികൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഓരോ ക്യാമ്പസിലും അതാണ് സംഭവിക്കുന്നത്. പൂക്കോട് എന്താണ് സംഭവിച്ചത്? പൂക്കോടിലും ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ നല്ല പറയേണ്ടത്. അവിടെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിലിപ്പോൾ അന്വേഷണം നടക്കുന്നു, റിപ്പോർട്ട് വരുന്നു, അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഓരോ ഇടത്തും പ്രശ്നമുണ്ടാക്കി അവിടുത്തെ കലാലയ അന്തരീക്ഷം നശിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ നിരോധിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പ്രവർത്തനാനുമതി കൊടുക്കില്ല, അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ കൃത്യമായി പറയണം. അല്ല എങ്കിൽ കൃത്യമായി കലാലയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ വേണ്ട എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. വിദ്യാർത്ഥി സംഘടനകൾ പക്ഷേ മര്യാദയ്ക്ക് പ്രവർത്തിക്കണം. എല്ലാത്തിനും ഒരു മര്യാദയുണ്ടല്ലോ. ആ മര്യാദ കടന്നു പോകുന്നു SFI. അപ്പോഴും അവർക്ക് നിയന്ത്രിക്കാനായി ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രിൻസിപ്പലിനെ ആക്രമിച്ചത് എത്ര പേരാ? 1-2 പേരല്ല, 20 പേരാണ്. 20 SFI പ്രവർത്തകരാണ് കൂട്ടം ചേർന്ന് അങ്ങോട്ട് വളഞ്ഞു വെച്ച് തല്ലാനായി. പ്രിൻസിപ്പൽ എന്താ ഇവരെ പോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ? 2 വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നത് പോലെയാണ്. വളരെ നൈസായിട്ട് ഒരു പ്രിൻസിപ്പൽ മുന്നിൽ നിൽക്കുന്നത്. പ്രിൻസിപ്പലാണെന്നോ പ്രിൻസിപ്പലോ അതാരാ എന്നുള്ള മട്ടിൽ കയറി അങ്ങ് തല്ലുകയാണ്. ഇതിനൊക്കെ ഇത്രയും ധൈര്യം അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്?
അത് ഏത് സംഘടന ചെയ്താലും തെറ്റാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഏത് സംഘടന ചെയ്താലും തെറ്റാണ്. ഇവിടെ ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത് SFI ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ SFI എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഇനി കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരാം. ആ ക്യാമ്പസിൽ ഡോക്ടർ അരുൺ ഇടിമുറി കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം അവിടെ ഇടിമുറി ഇല്ല എന്നാണോ? ആണ്. ഇടിമുറി ഇല്ല എന്നാണോ? കേരള സർവകലാശാല ക്യാമ്പസിലെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ മുറികൾ ഉണ്ട് എന്നത് കണ്ടെത്തേണ്ടത് അവിടെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്ന പോലീസാണ്. ഈ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു മുറിയുണ്ടോ എന്ന് പരിശോധന നടത്തേണ്ടത്. പൂക്കോടും ഇതുപോലെ തന്നെ ഒന്നും നടന്നിട്ടില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ എല്ലാവരും വാദിച്ചുകൊണ്ടിരുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? പിന്നീട് എങ്ങനെയാണ്, ഏത് മുറിയിലാണ്, എവിടെയാണ് കെട്ടിത്തൂക്കിയത്, സകല കാര്യങ്ങളും ഒന്നിന് പിന്നാലെ എവിടെയൊക്കെ കൊണ്ടുപോയി ഇടിച്ചു, സിദ്ധാർത്ഥിനെ എവിടെയൊക്കെ ഇട്ട് മർദ്ദിച്ചു, അതെല്ലാം കൃത്യമായി പുറത്തേക്ക് വന്നു. ഇവിടെയും കാര്യങ്ങൾ വ്യക്തമാവട്ടെന്നേ. ഇന്നലെ രാത്രി 8 മണിക്കാണല്ലോ MA മലയാളം വിദ്യാർത്ഥിയായ സാൻജോസിന് അക്കാര്യത്തിൽ വ്യക്തത വരണം. KSU ഒന്നുമില്ലാതെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അവിടെ KSU പറയുന്നത് തെറ്റാണ്. KSU ആ ക്യാമ്പസിൽ അവർക്ക് സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി, ആ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആ ക്യാമ്പസിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനായി KSU കാണിച്ചിട്ടുള്ള ഒരു ഡ്രാമയാണെങ്കിൽ KSUവിനെതിരെ കേസെടുക്കണം. അങ്ങോട്ട് പോയി പ്രശ്നമുണ്ടാക്കിയതാണെങ്കിൽ KSUവിനെതിരെ കേസെടുക്കണം. അതിന് കൃത്യമായ അന്വേഷണം നടക്കണം. അതിൽ ആരെയും സ്പെയർ ചെയ്യരുത്. ഡോണ്ട് സ്പെയർ എനിവൺ. ഈ കാര്യവട്ടം ക്യാമ്പസിലെ കേസിൽ അതാണ് എൻ്റെ അഭിപ്രായം. MA മലയാളം വിദ്യാർത്ഥിയായ സാൻജോസ് KSUവിൻ്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എന്നുള്ളത് ഞാൻ എടുത്തു പറയാനൊരു കാരണമുണ്ട്. ഈ കേരള സർവകലാശാല യൂണിയനിലെ വിവിധ കോളേജുകളിൽ ഇത്തവണ KSU ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കലോത്സവം നടന്നപ്പോൾ ലോ കോളേജിലെ യൂണിയൻ ഭാരവാഹിക്കടക്കം അവരെ തടഞ്ഞു വെക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതേ SFIയുടെ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ മാർ ഇവാനിയോസ് കോളേജ് യൂണിയൻ സെക്രട്ടറി ആദിനാഥിനാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചുണ്ടായ ഉപരോധത്തിൽ തല്ല് കിട്ടിയിരിക്കുന്നത്. നല്ലപോലെ പെരുമാറിയിട്ടുണ്ട് ആദിനാഥ് മാർ ഇവാനിയോസ് കോളേജിലെ KSUവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. മാർ ഇവാനിയോസ് കോളേജ് ഉണ്ടല്ലോ, 24 വർഷത്തിന് ശേഷം KSU പിടിച്ചു. കഴിഞ്ഞ വർഷം KSU പിടിച്ച കോളേജാണ്. SFIക്ക് അതങ്ങനെ അങ്ങോട്ട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിടിച്ചു വെച്ച് അടിച്ചതാണ് ആദിനാഥിനെ. അതൊക്കെ ആർക്കാണ് അറിയാത്തത്? പുലർച്ചെ 2 മണിവരെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ പരിസരം സംഘർഷഭരിതമായിരുന്നു. അവിടെ എത്തിയ കാറിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ MLA-മാരെ അവരെ കയ്യേറ്റം ചെയ്യാൻ അങ്ങോട്ടേക്ക് ക്ഷോഭിച്ച് ചെല്ലുകയാണ്. ഇങ്ങനെയാണോ ഒരു വിദ്യാർത്ഥി സംഘടന? പഠിക്കുക, പോരാടിക്കോളൂ. പക്ഷേ ആ പോരാട്ടത്തിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് അക്രമത്തിലേക്ക് പോകുന്ന, കയ്യൂക്ക് കാണിക്കുക എന്നുള്ളതല്ല, അക്രമത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പിള്ളേരല്ലേ, വിദ്യാർത്ഥി സംഘടനയല്ലേ, വിദ്യാർത്ഥി രാഷ്ട്രീയമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇതെല്ലാം അനുവദനീയമാണ് എന്ന് പറഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. എന്തായാലും ഭാവിയിലേക്കുള്ള ഒരു കൊട്ടേഷൻ ടീമായി ദയവ് ചെയ്ത് വിദ്യാർത്ഥികളെ മാറ്റാതിരിക്കാൻ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഗുണ്ടായിസം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്താൻ മാതൃസംഘടന എന്ന് പറയുമ്പോൾ CPIM-ന് ഉത്തരവാദിത്തമുണ്ട്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട്. മുഖ്യമന്ത്രി പോലീസിനോട് പറയണം, എൻ്റെ പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട. ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ആളായാലും പ്രിൻസിപ്പലിന് നേരെ കൈവച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടണം. കാരണം ആ കോളേജിന്റെ അധികാരി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ തന്നെയാണ്. പ്രിൻസിപ്പലിനെ തല്ലാൻ അവിടെയുള്ള ഒരു വിദ്യാർത്ഥിക്കും അധികാരമില്ല. റൈറ്റ്. മധ്യപ്രദേശിൽ ഉജ്ജയിൻ എന്ന് പറയുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. ആ കോളേജിൽ ഒരു അധ്യാപകനുണ്ടായിരുന്നു. സഭർവാൾ എന്നുമാണ് മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. 62 വയസ്സുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹത്തെ 2 വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നപ്പോൾ അന്ന് മധ്യപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന ശിവരാജ് സിംഗ് പറഞ്ഞത് ഒരു ആക്സിഡൻറ്റിൽ ഒരു അധ്യാപകൻ കൊല്ലപ്പെട്ടു എന്നാണ്. അത് അന്നത്തെ KSUവിൻ്റെ NSUവിൻ്റെ ഭാരവാഹിയുടെ തലയിൽ കെട്ടിവെച്ചു. ഒടുവിൽ ചരിത്രം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയത് 2 ABVP പ്രവർത്തകരാണ് ഒരു അധ്യാപകനെ കുത്തിക്കൊന്നത്. ഇന്നേ വരെ ഈ അടുത്ത കാലത്ത് 2020 ശേഷം ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു അധ്യാപകനെ കുത്തിക്കൊന്ന ഒരേയൊരു സംഘടന ABVPയുടേതായിരുന്നു. KSUവിൻ്റേതുമുണ്ട്, SFIയുടേതുമുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെയും വ്യത്യാസം എന്ന് പറയുന്നത് വളരെ നേരിയതാണ്. സംഘടനാ ബലം ഹിംസാത്മകമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏത് നിമിഷവും അതൊരു കൊട്ടേഷൻ സംഘമായി മാറാം. അത് ABVP ആണെങ്കിലും ശരി, KSU ആണെങ്കിലും ശരി, SFI ആണെങ്കിലും ശരി. നോക്കൂ, നമ്മൾ ഇന്നിപ്പം ഈ പറയുന്ന കൊയിലാണ്ടി പ്രശ്നമായാലും അല്ലെങ്കിൽ കാര്യവട്ടം പ്രശ്നമായാലും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഞാൻ പറഞ്ഞാൽ, ഈ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കോളേജിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഗൗരവത്തിൽ പത്രം വായിച്ചത്. അതിന് മുമ്പൊക്കെ നമ്മൾ പത്രം വായിക്കും, വീട്ടിൽ പത്രം വരുന്നുണ്ട്. അത് പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഈ ക്രിക്കറ്റൊക്കെ വാർത്തകൾ നോക്കാൻ വേണ്ടിയിട്ട് സ്പോർട്സ് പേജ് വായിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ
കോളേജിലെത്തിയ സമയത്താണ് കോളേജിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ സജീവമായൊരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തെ യഥാർത്ഥത്തിൽ എൻ്റെ ക്യാമ്പസിലെ അന്തരീക്ഷത്തെ സജീവമാക്കി നിർത്തിയിട്ടുള്ളത് ഈ പറയുന്ന SFIയും ASFും അന്ന് ABVP ഇല്ല, ABVP ചെറിയൊരു പ്രസ്ഥാനമായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള വിദ്യാർത്ഥി സംഘടനകളാണ്, അവർ സംഘടിപ്പിക്കുന്ന സംവാദങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ക്രിയാത്മകമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൊരു ക്യാമ്പസിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എൻ്റെ ബോധരൂപീകരണത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട്. കാരണം പത്രമൊക്കെ ഗൗരവത്തിൽ വായിക്കണം, നമ്മൾ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരായിരിക്കണം എന്ന ഒരു ബോധ്യം എനിക്ക് ഉണ്ടാക്കി തന്ന, അല്ലെങ്കിൽ എൻ്റെ തലമുറയ്ക്ക് ഉണ്ടാക്കി തന്നതിനകത്ത് ഈ പറയുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ചെറുതല്ല. എനിക്ക് അവരോട് വലിയ കടപ്പാടുമാണ്. മാത്രവുമല്ല, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു മാസം KSRTC ബസ്സിലാണ് ഞങ്ങൾ കോളേജിലേക്ക് പോകുന്നത്. ഒരു മാസം ഞാൻ KSRTC ബസ്സിന് ചിലവാക്കുന്ന പൈസ എത്രയാണെന്നറിയാം? 5 രൂപയാണ്. ഒരു കൺസെഷൻ ഉണ്ട്, ഒരു കൺസെഷൻ വെച്ചിട്ടാണ് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ 5 രൂപയ്ക്ക് ഒരു മാസം കോളേജിൽ പോകാനായിട്ട് കഴിഞ്ഞ ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഈ കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതേപോലെ തന്നെയാണ് ഞാനൊരു മാനേജ്മെൻറ്റ് കോളേജിലാണ് പഠിച്ചത്. ഞാൻ ഒരു മാസം കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് എനിക്ക് ഒരു വിഷയത്തിന് പുറത്ത് ട്യൂഷൻ പഠിക്കാൻ കൊടുക്കുന്നതിനേക്കാൾ കുറവായിരുന്നു. ആ രീതിയിൽ ഫീസ് ഇളവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകൾ കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല. ഈ ഒരണ സമരം, ഞങ്ങളുടെ നാട്ടിൽ നടന്ന സമരം, ആലപ്പുഴയിൽ നടന്ന സമരമാണ് ഒരണ സമരം എന്ന് പറയുന്നത്. ആ ഒരണ സമരമാണ് യഥാർത്ഥത്തിൽ KSU എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയത്. എന്തിനാണ്? ആളുകൾക്ക് വിദ്യാർത്ഥികൾ ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള അവകാശത്തിനുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് യാത്ര ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്തുള്ള AK ആന്റണിയാണ്, വയലാർ രവിയാണ്, ഉമ്മൻചാണ്ടിയാണ്. അവരൊക്കെയാണ് പിന്നീട് ഈ കേരളത്തെയും ഇന്ത്യയും നയിച്ചിട്ടുള്ള ആളുകൾ. ആ അർത്ഥത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള, അതെ, ഇവരെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വയലൻസിനെ ന്യായീകരിക്കാനേ അല്ല. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളോട് ഇന്നിപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾക്കൊരു തമാശയ്ക്ക് നിങ്ങളുടെ മൈക്കുമായി നടന്നിട്ട് കേരളത്തിൻ്റെ ജലസേന മന്ത്രി ആരാണെന്ന് ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ. അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്പോർട്സ് യുവജനകാര്യ മന്ത്രി ആരാണെന്ന് ചോദിച്ചു നോക്ക്. എത്ര പേര് നിങ്ങളോട് മറുപടി പറയും? കാരണം അത്രയേറെ അരാഷ്ട്രീയമാക്കി കളഞ്ഞു നമ്മുടെ ക്യാമ്പസിനെ. ഞാൻ ഈ ഹൈക്കോടതി വിധിക്കെതിരാണ്. നമ്മൾ വളരെ പെട്ടെന്ന് പറയും കോളേജിലേക്ക് കുട്ടികളെ വിടുന്നത് വിദ്യ അഭ്യസിക്കാനാണെന്ന്. ഈ വിദ്യ എന്ന് പറയുന്നത് നമ്മൾ E=MC² A+B² പഠിക്കാൻ, അത് മാത്രമല്ല വിദ്യ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ സ്വായത്തമാക്കുന്ന ഒട്ടേറെ സമ്മതിക്കാത്തതോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ കേരളം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ കേരളം എന്ന് പറയുന്നത് എത്ര മാധ്യമ സാക്ഷരതയുള്ള സംസ്ഥാനമാണ് കേരളം, എത്ര വികസിതമായ സംസ്ഥാനമാണ് കേരളം, എത്ര നല്ല പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിലെ ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ മോശക്കാരാണോ? ഇവരൊക്കെ ഈ കോളേജ് ക്യാമ്പസുകളിൽ പഠിച്ചിട്ട് വന്നവരല്ലേ? അവർക്കൊന്നും പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ടോ അവസരമില്ലാത്തതുകൊണ്ടോ ആണോ? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഈ മനുഷ്യരെല്ലാം നന്നായി കോളേജുകളിൽ പോയി പഠിച്ച് നല്ല പ്രൊഫഷണലുകളായിട്ട് നല്ല ഒന്നാന്തരമായൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത്. പല കാര്യങ്ങളിനകത്തും നമ്മളെ അടയാളപ്പെടുത്തുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ്. ആ രീതിയിൽ കേരളത്തിലെ ഒരു നല്ല സമൂഹം വികസിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നന്നായിട്ട് പോയി സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിട്ടുണ്ട്. അവരിൽ എത്ര പേർ പ്രിൻസിപ്പലിനെ തല്ലിയിട്ടുണ്ട്? അല്ല, അത് ശരിയാണ്. ഞാൻ അതാണ് പറയുന്നത്. നമ്മുടെ ക്യാമ്പസിൽ പ്രിൻസിപ്പലിൻ്റെ റൂം ഉപരോധിച്ചിട്ടുണ്ട്. അവിടം വരെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. റൂം ഉപരോധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉപരോധിക്കേണ്ടി വന്നു. അവിടുത്തെ ഒരു തെറ്റായ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് റൂം ഉപരോധിച്ചിട്ടുണ്ട്. നമ്മളാരും പ്രിൻസിപ്പലിൻ്റെ കുത്തിന് പിടിക്കുകയോ പ്രിൻസിപ്പലിനെ ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസം പ്രിൻസിപ്പലിനും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ നല്ല ബന്ധത്തിലാണ് പോകുന്നത്, ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല, അവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾക്ക് വേണ്ടി 2 അവർ ക്ലാസ്സും വിട്ടുതരുന്ന പ്രിൻസിപ്പളായിരുന്നു. കാരണം വെച്ചാൽ ഇപ്പം ഞങ്ങളന്ന് കമ്പ്യൂട്ടറൈസേഷനെ കുറിച്ചൊരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയെ പിള്ളേർ കേൾക്കേണ്ടതാണെന്ന് ബോധ്യപ്പെടുന്ന പ്രിൻസിപ്പൾ 2 അവർക്ക് നേരത്തെ കോളേജ് വിടുകയാണെന്നിട്ട് പറയുകയാണ് ഇത് പോയി കേൾക്കണമെന്ന് പറഞ്ഞു. പൈങ്കിളി സാഹിത്യം വലിയ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ കോളേജ് പഠിക്കുന്നത്. ആ പൈങ്കിളി സാഹിത്യത്തെക്കുറിച്ച് നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നു ഈ പ്രിൻസിപ്പൾ കോളേജ് വിട്ടിട്ട് പറയും നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് ആ ചർച്ച കേൾക്കണം. ഈ രീതിയിൽ വളരെ സർഗാത്മകമായ ഒരു ക്യാമ്പസ് തന്നെയാണ് എൻ്റെ ക്യാമ്പസ്. മാത്രമല്ല വലിയ സംവാദങ്ങൾ ഇല്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ചർച്ചയില്ല എന്നുള്ളതും, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് SFI എത്രയെങ്കിലും ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യത്തിനകത്ത് ഞാൻ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതൊരു പരിധിയോളം അരുണും പറഞ്ഞിരുന്നു. അതായത് ഈ നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾ ചർച്ച ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇസ്രായേൽ ആണെങ്കിലും പലസ്തീൻ ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറയട്ടെ ഈ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഉക്രൈൻ യുദ്ധമാണെങ്കിലും ഒക്കെ ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പം അത് വലിയ രീതിയിൽ ക്യാമ്പസുകളിൽ ഈ പറയുന്ന ഡിസ്കഷൻ ഡിബേറ്റ് ഫോറംസ് ഒക്കെ വന്നിട്ട് ചർച്ച ചെയ്തും അതിനകത്ത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ പങ്കാളികളാകും, അല്ലെങ്കിൽ അവരതിന് നേതൃത്വം കൊടുക്കും. അപ്പോൾ നമുക്കൊരു അറിവുണ്ടാകും, നമുക്കൊരു ബോധമുണ്ടാകും. ആ രീതിയിലുള്ള സംവാദങ്ങൾ നടത്തുന്നതിന് പകരം നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ കരുൺ നേരത്തെ പറഞ്ഞ കണക്ക് അരാഷ്ട്രീയമായ ഏറ്റുമുട്ടലുകളിലേക്ക് പോകുന്നു. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പണ്ട് ക്യാമ്പസുകളിൽ ചർച്ച നടന്നു, ഇപ്പോൾ ക്യാമ്പസുകളിൽ ചർച്ചയില്ല എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ശരിയാണ്, മഹാരാജാസ് കോളേജിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന സർഗാത്മകത ആധുനിക ക്യാമ്പസ് നോക്കൂ, അങ്ങനൊരു തലമുറ ഇനിയൊരു 10 വർഷം കഴിയണം ഈ തലമുറയിലെ പുതിയ തലമുറ സുനിൽ പിള്ളയുമായും ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായിട്ടൊക്കെ വരാൻ. ഇതൊക്കെ സംഘർഷത്തിന്റെ ഭാഗമാണ്. ഈ 35 പേര് SFIക്കാർ കൊല ചെയ്യപ്പെട്ടത് ഇന്നും ഇന്നലെയൊന്നുമല്ല, 70 മുതലുള്ള ചരിത്രമാണ്. ഇവരൊക്കെ ക്യാമ്പസിൽ നിൽക്കുമ്പോഴാണ് തോമസ് ഐസക്കിനെ കുത്താൻ പിടിച്ചത് ഇതേ മഹാരാജാസ് കോളേജിലാണ്. അപ്പോൾ അന്നും ഇതേ വയലൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയലൻസ് ആണ്. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും വർഗരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയലൻസ് അല്ല ഉണ്ടായിരുന്നത്, പകരം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള വയലൻസ് ആണ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മളതിനെ എതിർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സർഗാത്മകമാകണമെന്ന് പറയുമ്പോൾ സംവാദമായിട്ട് ചിന്തിക്കണം. ഇവിടെ ഏറ്റവും കൗതുകരമായ കാര്യം എന്തറിയോ, ഈ കോളേജിലടക്കം ഈ 4 വർഷ ഡിഗ്രി കോഴ്സിനെ കുറിച്ച് ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനയും വിദ്യാർത്ഥികളെ ആ രീതിയിൽ ബോധവൽക്കരിച്ചിട്ടില്ല. മാത്രമല്ല അത് മന്ത്രിയുടെ പ്രസംഗം അവിടെ ഓൺലൈനായി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആളുകൾ അധ്യാപകരുമായിട്ട് തർക്കിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു നല്ല രാഷ്ട്രീയത്തിന്റെ സൂചനയല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഞാൻ ആവർത്തിക്കുന്നു, രാഷ്ട്രീയം എന്നുള്ളത് സർഗാത്മകമാകുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് കവിതകളായി തീരും എന്നുള്ളതാണ്. അങ്ങനെ കവിതകളായി തീരണം. പക്ഷേ നിലവിൽ നമ്മൾ കണ്ടത് കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. യെസ് എന്ന് 4, നോ എന്ന് 0. Meet the editors.